ആപ്പിളിന്റെ പുതിയ ഐപോഡാണ് ഇപ്പോൾ സംസാര വിഷയം. എയർപോഡ്സ് പ്രോ 3 ലൈവ് ട്രാൻസ്ലേഷൻ എന്ന ദീർഘകാലമായി കാത്തിരിക്കുന്ന സവിശേഷതയുള്ള ഹെഡ്ഫോണാണിത്. ഈ ഉപകരണം ഉപയോഗിക്കുന്നവർക്ക് ഇനി ഭാഷ ഒരു തടസ്സമാവില്ല. എല്ലാവർക്കും അവനവന്റെ ഭാഷയിൽ കേൾക്കാവുന്ന എയർപോഡാണ് ഇത്. ഒരേ ഭാഷ സംസാരിക്കാത്ത രണ്ടാളുകൾക്കിടയിൽ തത്സമയ ആശയവിനിമയം ഇത് സാധ്യമാക്കുന്നു. പല സയൻസ് ഫിക്ഷൻ ചിത്രങ്ങളിലും TV പരമ്പരകളിലും മാത്രം ഇതുവരെ കാണാൻ കഴിഞ്ഞിരുന്ന ഈ സംവിധാനം യാഥാർത്ഥ്യമാവുകയാണ്. ആദ്യമായി പുറത്തിറങ്ങുമ്പോൾ ലൈവ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ്, അതിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ് കൂടാതെ ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, പോർച്ചുഗീസ് ഭാഷകളിലും ലഭ്യമാണ്. എന്നാൽ ഈ വർഷം അവസാനത്തോടെ ആപ്പിളിൽ ലഭ്യമായ ഭാഷകളായ ഇറ്റാലിയൻ, ജാപ്പനീസ്, കൊറിയൻ, ലളിതവൽക്കരിച്ച ചൈനീസ് എന്നിവയും ചേർക്കും. ആപ്പിളിന്റെ എയർപോഡ്സ് പ്രോ 3 ഈ മാസം 19-ന് വിപണിയിലെത്തും. കൂടാതെ ഇപ്പോൾ പുതിയ iPhone 17-നൊപ്പം മുൻകൂട്ടി ഓർഡർ ചെയ്യാനും ലഭ്യമാണ്. നിങ്ങളൊരു വിദേശ രാജ്യത്താണെങ്കിൽ വിവർത്തനം ആവശ്യമുണ്ടെങ്കിൽ പുതിയ ഉപകരണം സജീവമാക്കാൻ നിങ്ങൾക്ക് എയർപോഡ്സ് പ്രോ 3 ടാപ്പ് ചെയ്യണം. ഇത് അവരുടെ മാതൃഭാഷ സംസാരിക്കുന്ന ഒരാളെ ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. അത് സിറിയുടെ ശബ്ദം ചെവികളിലേക്ക് റിലേ ചെയ്യുന്നു. സിറി സംസാരിക്കുമ്പോൾ സജീവമായ നോയ്സ് റദ്ദാക്കൽ സ്പീക്കറിന്റെ ശബ്ദം കുറയ്ക്കുന്നു. അതുവഴി വിവർത്തനം വ്യക്തമായി കേൾക്കാൻ കഴിയും. ഈ സാങ്കേതിക വിദ്യ പരീക്ഷിച്ച എൻഗാഡ്ജറ്റിന്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ സംഭാഷണത്തിനും വിവർത്തനത്തിനും ഇടയിൽ ഒരു ചെറിയ കാലതാമസമുണ്ട്. പ്രധാന കാര്യം, ഇത് പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾക്ക് ആപ്പിൾ ഇന്റലിജൻസ് പ്രവർത്തനക്ഷമമാക്കിയ ഒരു iPhone ആവശ്യമാണ്. എന്നിരുന്നാലും തത്സമയ വിവർത്തനം പൂർണ്ണമായും പുതിയ സാങ്കേതിക വിദ്യയിൽ ഇല്ല. കാരണം സമാനമായ മറ്റു ഉപകരണങ്ങളും നിലവിലുണ്ട്, പ്രത്യേകിച്ച് ഗൂഗിളിൽ.